അല്ലയോ ഫുളൈൽ തങ്ങളെ, അങ്ങ് പറഞ്ഞല്ലോ ഞാൻ മരിച്ചു തന്നാൽ പടച്ചറപ്പിന്റെ സമക്ഷത്തിൽ എന്നെ പിടിച്ചു നിർത്തുമല്ലോ. അങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് അല്ലാഹു തആല എന്നോട് ഞാൻ ചെയ്ത തെറ്റുകളെ കുറിച്ച് എന്നോട് ഓരോ കാര്യങ്ങൾ അല്ലാഹു എന്നോട് ചോദിച്ചു പോയാ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്റെ ഒരു മാർഗം ഫമൽ ഹീലതു യാ ഫുളൈൽ ഇബ്നു ഇയാദ്, അതിൽ നിന്ന് രക്ഷപ്പെടാ അല്ലാഹു എന്നോട് ഞാൻ ചെയ്ത തെറ്റുകളെ കുറിച്ച് ചോദിക്കുമ്പോ അതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ എന്തേലും മാർഗമുണ്ടോ ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ഫുളൈൽ തങ്ങളോട് ആവശ്യപ്പെടുമ്പോ ആ സമയത്ത് ഫുളൈൽ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ, സഹോദരാ നീ കരയല്ലേ, നീ വിഷമിക്കല്ലേ, നീ പ്രയാസപ്പെടല്ലേ. അല്ലാഹു തആല നിന്നോട് ചോദിക്കുമെന്നത് യാഥാർത്ഥ്യമാ. എല്ലാ കാലവും ദുനിയാവിൽ ജീവിച്ചിരിക്കൂല ചെറുപ്പക്കാരാ, മരിക്കുമെന്നത് യാഥാർത്ഥ്യമല്ലേ. മരിച്ചു കഴിഞ്ഞാൽ പടച്ചറപ്പിന്റെ കോടതിയിൽ പിടിച്ചു നിർത്തുമെന്നത് യാഥാർത്ഥ്യമാ. ഇവിടത്തെ പോലുള്ള കോടതിയല്ല, കള്ളവും കപടവുമൊന്നുമല്ല. പിന്നെയോ അവിടെയുള്ള കോടതിയുടെ പ്രത്യേകത എന്താ? കാര്യകാരണ നിവാരണ വിചാരണ കോടതിയാ പടച്ചറപ്പിന്റെ കോടതി. ആ കോടതിയിൽ ഓരോ മനുഷ്യരെയും അല്ലാഹു തആല പിടിച്ചു നിർത്തുമെന്ന യാഥാർത്ഥ്യ ബോധ്യം മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടെ പിടിച്ചു നിർത്തിയിട്ട് അല്ലാഹു തആല ഓരോ തെറ്റുകളെ കുറിച്ചും വ്യക്തമായി എന്നോട് ചോദിക്കുകയാ. അതിനുള്ള വ്യക്തമായ മറുപടി എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്കൊരു കാല് പോലും ചലിപ്പിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ഒരുപാട് കർഫ്യൂകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ ഞായറാഴ്ച ഒരു ദിവസം നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെളിയിലേക്ക് ഇറങ്ങാൻ പാടില്ല. ഇതൊക്കെയല്ലേ നമ്മൾ കേട്ടിട്ടുള്ളൂ. പക്ഷേ കർഫ്യൂ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ കർഫ്യൂ നമ്മൾ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. വെച്ചകാല് ചലിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ദിവസം അല്ലാഹുവേ, ആ സമയത്ത് അല്ലാഹു തആല ഓരോ മനുഷ്യരോടും ചോദിക്കുകയാ, എടോ നിന്റെ ജീവിതത്തിൽ എന്തൊക്കെയാ തെറ്റുകളാ നമ്മൾ ചെയ്തു കൂട്ടിയത്? ഇതൊക്കെ അല്ലാഹു ചോദിക്കൂലേ? ആ സമയത്ത് ഫുളൈൽ തങ്ങളോട് ആ മനുഷ്യൻ ചോദിക്കുകയാ, അല്ലയോ ഫുളൈൽ തങ്ങളെ, അതിൽ നിന്ന് രക്ഷപ്പെടാനൊരു മാർഗം എന്തേലും ഒരു തന്ത്രം എനിക്കൊന്ന് പറഞ്ഞു തരുമോ? അതാ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത്. നിങ്ങളുടെ പാപം പൊറുപ്പിക്കണ്ടേ? ഒരുപാട് തെറ്റുകൾ ചെയ്ത് ജീവിച്ചു പോയവരല്ലേ, പാപം പൊറുപ്പിക്കാം. എന്ത് പറഞ്ഞാലും നിങ്ങൾ ചെയ്യാ, പാപങ്ങളൊന്ന് പൊറുപ്പിച്ച് കിട്ടിയാ മതി. ഞാനൊന്ന് പറയട്ടെ സഹോദരങ്ങളെ, ഫുളൈൽ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ, ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ഈ ഒരു കാര്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാ പിന്നെ അല്ലാഹുവിന്റെ പാപങ്ങളെ പുറത്തു തരുമേ എന്ന് ഫുളൈൽ ഇബ്നു ഇയാദ്. ഒരൊറ്റ കാര്യം, ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമ്മൾ അന്ന് വരെ എന്തെല്ലാം തെറ്റുകൾ ചെയ്തോ അത് മുഴുവനും പോകും. ഈ ഒരു കാര്യം ചെയ്താൽ മതി. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, തന്റെ സന്തത സഹചാരിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ശേഷിക്കുന്ന ജീവിതം നീ മെച്ചപ്പെടുത്തിയാ മതി. ഇന്നലെ വരെ എങ്ങനെയായിരുന്നോ ചർച്ചയില്ല, ഇന്നലെ വരെ നീ എന്ത് തെറ്റ് ചെയ്തോ പ്രശ്നമില്ല. പക്ഷേ ഈ സെക്കൻഡ് സമയം മുതൽ ഇനിയുള്ള സമയം നീ മെച്ചപ്പെടുത്തിയാ മതിയെന്ന് ഫുളൈൽ ഇബ്നു ഇയാദ് അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങ്. അല്ലാഹുവേ, ഒരുപാട് മദ്യപിച്ചവനാ, ഒരുപാട് വ്യഭിചരിച്ചു പോയവനാ, ഒരുപാട് പലിശ മേടിച്ചവനാ, ഒരുപാട് ഹറാമിയത്ത് കണ്ടുപോയവനാ, ഒരുപാട് ഹറാമിയത്ത് കേട്ടുപോയവനാ. ഇവിടെ ഇരുന്ന് തീരുമാനമെടുക്കണം പ്രിയപ്പെട്ടവരെ. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങളെ നീ പുറത്തു തരണേ അല്ലാഹ്. എന്നിട്ട് ശേഷിക്കുന്ന ജീവിതം നിങ്ങൾ മെച്ചപ്പെടുത്തുക. കഴിഞ്ഞുപോയ പാപക്കറകൾ മുഴുവനും അല്ലാഹു നിങ്ങൾക്ക് കഴുകി തരുന്നുണ്ടോ? തൗബ ചെയ്ത് മടങ്ങുന്നവരെ പടച്ചറപ്പിന്റെ വല്ലാത്ത ഇഷ്ടമാണ്. അല്ലാഹ് പറയുകയോ, ഇന്നല്ലാഹ യുഹിബ്ബു
വയുഹിബ്ബു തവ്വാബീൻ. അല്ലാഹു തൗബ ചെയ്ത് മടങ്ങുന്നവരെ വല്ലാത്ത ഇഷ്ടമാണ്, അവരോട് വല്ലാത്ത മഹബ്ബത്താണ്, അവരോട് വല്ലാത്ത സ്നേഹമാണ് പടച്ചറബിന്. അതുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങണേ പ്രിയപ്പെട്ടവരെ. നമുക്കൊരാളോട് മഹബ്ബത്ത് തോന്നിയാൽ, നമുക്കൊരാളോട് ഇഷ്ടം തോന്നിയാൽ, എന്തെല്ലാം കുറ്റപ്പെടുത്തിയാൽ, ആരെല്ലാം ഒറ്റപ്പെടുത്തിയാൽ, നമുക്ക് അവരോട് വല്ലാത്ത മഹബ്ബത്ത് വന്നു പോയാ പിന്നെ നമുക്ക് ഉറക്കമില്ല, ഊണില്ല, ഉറക്കമില്ല, പ്രഭാതമെന്നില്ല, പ്രദോഷമെന്നില്ല, ഏത് സമയവും പിന്നെ അവരെ കുറിച്ചുള്ള ചിന്തയല്ലേ. എന്ത് പറഞ്ഞാലും നമുക്ക് അവരെ കുറിച്ചുള്ള ചിന്തയാ. അവിടേക്ക് പോകരുതെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടേക്ക് കടന്നു ചെല്ലും. അവനെന്തേലും ഒരു കാര്യം ചോദിച്ചാൽ അത് എങ്ങനെയെങ്കിലും നാം നേടിയെടുത്ത് കൊടുക്കാൻ തയ്യാറാകുമെങ്കിലോ അല്ലാഹു നമ്മോട് ഇഷ്ടം വന്നു പോയാ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക, ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈൽ. അല്ലാഹു നമ്മോട് ഇഷ്ടം വന്നു പോയാ, അല്ലാഹു നമ്മോട് മഹബ്ബത്ത് വന്നു പോയാ, അല്ലാഹു തആല ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈൽ. പാതിരാവിന്റെ യാമങ്ങളിലോ എല്ലാവരും കൂടി പുറത്തു കിടന്നിറങ്ങുമ്പോ ആ സമയത്ത് അല്ലാഹു തആല കൈകളും നീട്ടി കാത്തിരിക്കുകയാ. അല്ലാഹുവിന്റെ അടിയാറുകളെയും കാത്ത് എങ്ങനെയുള്ള അടിമകളാ. പകൽ സമയത്ത് കൂട്ടുകാരും ഒത്തുപോയപ്പോ ഒരുപാട് മദ്യപിച്ചു പോയവരാ, ഒരുപാട് വ്യഭിചരിച്ചു പോയവരാ, പരീക്ഷയ്ക്ക് കൂട്ടുനിന്ന് പോയവരാ, ഒരുപാട് അശ്ലീല വീഡിയോകൾ കണ്ടുപോയവരാ, ഒരുപാട് ഹറാമിയത്തുകളെ ജീവിതത്തിൽ ചെയ്തു പോയവരാ. അവർക്ക് വേണ്ടിയിട്ട് അല്ലാഹു തആല പാതിരാവിന്റെ യാമങ്ങളിൽ കാത്തിരിക്കുമെന്ന് ലോകത്തിന്റെ നേതാവ്, കരളിന്റെ രാജാവ്, സ്വാദിഖുൽ മസ്ദൂഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ മുമ്പിൽ വന്നിട്ട് പാതിരാവിന്റെ യാമങ്ങളിൽ എല്ലാവരും ഓടിപ്പിടിച്ച് കിടന്നുറങ്ങുമ്പോ പുലപ്പുലൂരാക്കി മനസ്സിലിട്ട് അല്ലാഹുവിന്റെ സമക്ഷത്തിലേക്ക് ഓടി ചെന്നിട്ട് കരയണേ ചെറുപ്പക്കാരാ, ഈ മണ്ണാർക്കാടിന്റെ പരിസരത്ത് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനുണ്ടെങ്കിലോ അല്ലാഹു അവരോട് വല്ലാത്ത മഹബ്ബത്താണെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു കാത്തിരിക്കുകയാണ്. എന്നിട്ട് നബിതങ്ങൾ പറയാ, ഇന്നല്ലാഹ യബ്സുതു യദഹു ബിന്നാർ. പകൽ സമയവും അല്ലാഹു കാത്തിരിക്കുകയാ. എങ്ങനെയുള്ളവർക്കാ? ലിയതൂബ മുസീഉൽ ലൈൽ. പാതിരാത്രി ആരും അറിയൂലല്ലോ എന്ന് പറഞ്ഞ് വിചരിച്ചവനാണ്. പാതിരാത്രി ആരും കാണൂലല്ലോ എന്ന് പറഞ്ഞ് ഹറാമ് കണ്ടുപോയവനാണ്. പാതിരാത്രിയല്ലേ ആരും കാണൂല എന്ന് പറഞ്ഞ് വ്യഭിചരിച്ചവനാണ്. ആരോടും പറയേണ്ട ചെറുപ്പക്കാരാ, നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെന്നോ അത് സ്വന്തമായൊന്ന് ചിന്തനം നടത്തിയാ മതി. ആരോടും പറയണ്ട, ആരോട് ഞാൻ ഇന്ന തെറ്റ് ചെയ്തു എന്ന് പറയണ്ട. അല്ലാഹുവേ അല്ലാഹുവേ എന്നിൽ നിന്ന് ഇന്ന തെറ്റുകൾ സംഭവിച്ചു പോയെന്ന് അല്ലാഹുവിനോട് പറയാനുള്ള മനസ്സുണ്ടോ ചെറുപ്പക്കാരാ? അങ്ങനെയാണെങ്കിൽ അല്ലാഹു തആല നിന്റെ പാപങ്ങളെ മുഴുവൻ പുറത്തു തരുമേ എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു വല്ലാത്ത ഇഷ്ടമാണ്. ഒരു ഖുദ്സിയായ ഹദീസിലൂടെ കാണാം, അന ഹബീബുഹും. നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങിയാൽ അല്ലാഹു പറയാണ്, അന ഹബീബുഹും, ഞാൻ നിങ്ങളുടെ ഹബീബാണ്, ഞാൻ നിങ്ങളുടെ ഇഷ്ട കൂട്ടുകാരനാണ്, ഞാൻ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരനാണ്. ഇനി അതല്ല തൗബ ചെയ്ത് മടങ്ങാനുള്ള മനസ്സ് കാണിച്ചിട്ടില്ല എങ്കിൽ അല്ലാഹു പറയുകയാണ്, സൂക്ഷിക്കണേ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഒരു ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു
അല്ലാഹു പഠിപ്പിക്കുകയോ തൗബ ചെയ്ത് മടങ്ങിയാൽ ഞാൻ ഹബീബ ഇത് തൗബ ചെയ്ത് മടങ്ങാനുള്ള മനസ്സ് കാണിച്ചിട്ടില്ല എങ്കിലോ ഞാൻ അവന്റെ ഡോക്ടറാണ്. അവനെ എങ്ങനാ ചികിത്സിക്കേണ്ടതെന്ന് എനിക്കറിയാം. പിന്നെ കൈകാലുകൾ ഉണ്ടാവില്ല, പിന്നെ നിന്റെ വയറിനെ കുത്തി കീറുന്ന രോഗം തരാൻ അല്ലാഹുവിന് കഴിയും. മരണം വരെ നിങ്ങളുടെ സമ്പത്തുകൾ വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത രോഗം തരാൻ അല്ലാഹുവിന് അറിയാം. ചെറിയ ഒരു തലവേദന വന്ന് എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോ വലിയ മാരകമായ രോഗമാണെന്ന് പറഞ്ഞ് ലക്ഷങ്ങളോളം മുടക്കി കളയാൻ അല്ലാഹുവിന് അറിയാം. അതുകൊണ്ട് തൗബ ചെയ്യണേ ചെറുപ്പക്കാരാ. ഇന്നലെ വരെ എങ്ങനായിരുന്നു പ്രശ്നമില്ല. എന്താ തൗബ എന്ന് പറഞ്ഞാൽ? തൗബ എന്ന് പറഞ്ഞാൽ എന്താ? മദ്യപിച്ചു പോയവൻ അല്ലാഹുവിൽ നിന്ന് വിദൂരത്തല്ലേ, പലിശ മേടിച്ചു പോയവൻ അല്ലാഹുവിൽ നിന്ന് വിദൂരത്തല്ലേ, അല്ലാഹുവേ ഹറാമ് കണ്ടുപോയവൻ അല്ലാഹുവിൽ നിന്ന് വിദൂരത്തല്ലേ, വ്യഭിചരിച്ചു പോയവൻ അല്ലാഹുവിൽ നിന്ന് വിദൂരത്തല്ലേ. എന്നാൽ തൗബ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുവിലേക്ക് അങ്ങ് മടങ്ങിപ്പോവലാണ്. അല്ലാഹുവേ അല്ലാഹുവേ ഇന്നലെ വരെ എന്നിൽ നിന്ന് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു റബ്ബേ. ഞാൻ ഒരുപാട് മദ്യപിച്ചവനാ അല്ലാഹ്. ഇനിയില്ല റബ്ബേ, എന്റെ തൊണ്ടക്കുഴിയിൽ നിന്ന് താഴേക്ക് ഒരു തുള്ളി മദ്യത്തിന്റെ ലഹരിയുടെ ഒരു തുള്ളി പോലും എന്റെ തൊണ്ടക്കുഴിയിൽ നിന്ന് താഴേക്ക് പോകൂല അല്ലാഹ്. തൗബ ചെയ്ത് മടങ്ങണേ പ്രിയപ്പെട്ടവരെ. അങ്ങനാണെങ്കിൽ അല്ലാഹുവിന് നിങ്ങളോട് വല്ലാത്ത ഇഷ്ടമാണ്. ഇനി അതല്ല എങ്കിലോ അല്ലാഹു നിങ്ങളുടെ ഡോക്ടറാണ്, നിങ്ങളുടെ വൈദ്യനാണ്. എങ്ങനെയുള്ള മരുന്ന് തരണമെന്ന് അല്ലാഹുവിനറിയാം. ചെറിയ ഒരു മാരകമായ കോവിഡ് എന്ന് പറയുന്ന മാരകമായ വൈറസ് കടന്നു വന്നപ്പോ ദിവസങ്ങളോളം മാസങ്ങളോളം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ വീട്ടിന്റെ അകത്തങ്ങളിൽ കറിയേണ്ടുന്ന ദുരവസ്ഥ വന്നില്ല. എന്നിട്ടെന്തേ ചെറുപ്പക്കാരാ പഠിച്ചില്ല? തൗബ ചെയ്യണം പ്രിയപ്പെട്ടവര്, തൗബ ചെയ്യണേ പ്രിയമുള്ളവര്. അങ്ങനെ തൗബ ചെയ്ത് ശേഷിക്കുന്ന ജീവിതം മെച്ചപ്പെടുത്തിയ അല്ലാഹു തആല കഴിഞ്ഞുപോയ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമേയെന്ന് ഇനി അതല്ല, ഇത്രയും പറഞ്ഞിട്ടും ഇല്ല ഇനി ഞാൻ നന്നാവാനുള്ള തീരുമാനമില്ല. ഈ മണ്ണാർക്കാട് വല്ലാത്ത അഹങ്കാരത്തോടുകൂടി നടക്കുന്ന ചെറുപ്പക്കാരാ, എന്തൊക്കെ പറഞ്ഞാലും ഉസ്താദേ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ഇനിയും നന്നാവൂല എന്ന തീരുമാനമാണെങ്കിൽ തങ്ങൾ പറയാ, ഇനിയും നീ നന്നാകാനുള്ള തീരുമാനമെടുക്കുന്നില്ലെങ്കിൽ എടാ നിന്റെ അഹങ്കാരങ്ങൾക്ക് അറുതി വരും കേട്ടോ, നിന്റെ അഹംഭാവങ്ങൾക്കൊരു അറുതി വരും കേട്ടോ, നിന്റെ ആഡംബരങ്ങൾക്കൊരു അറുതി വരും കേട്ടോ. മഹാനായ തങ്ങൾ പറയാ, ശേഷിക്കുന്ന ജീവിതം നീ മെച്ചപ്പെടുത്താൻ തയ്യാറായില്ലെങ്കിൽ ശേഷിക്കുന്ന ജീവിതം നീ മെച്ചപ്പെടുത്താൻ തയ്യാറായിട്ടില്ല, പഴയതുപോലെ ജീവിക്കാനാണ് നീ താല്പര്യപ്പെടുന്നതെങ്കിൽ മഹാനായ തങ്ങൾ പറയാ, കഴിഞ്ഞുപോയ കാലത്തെ കുറിച്ച് അല്ലാഹു ചോദിക്കുന്നു എന്നതിനപ്പുറം വരുന്ന കാലത്തെ കുറിച്ച് അല്ലാഹു പിടിച്ചു നിർത്തിയിട്ട് ഓരോ കാര്യങ്ങളെ കുറിച്ചും ഓരോ തെറ്റുകളെ കുറിച്ചും വ്യക്തമായ അല്ലാഹു ചോദിക്കുന്നുണ്ടോ. അതിനുള്ള കൃത്യമായ മറുപടി പറയാതെ നിന്റെ കാലുകളെ ചെറുപ്പിക്കാൻ കഴിയില്ല എന്ന് മഹാനായ